നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അവസാനിച്ചപ്പോൾ മുന്നണി കേന്ദ്രങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതാണ് രാഷ്ട്രീയ പാർട്ടികളെ ടെൻഷനിലാക്കുന്നത്. 2020 കോവിഡ് കാലത്ത് പോലും 73.84% പോളിംഗ് ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് 70.91% ചുരുങ്ങി. അതായത് ഏകദേശം 3% വോട്ടർമാർ ബൂത്തിൽ നിന്നും വിട്ടുനിന്നു. വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നവരിൽ കൂടുതലും സ്ത്രീകളും യുവാക്കളുമാണ്. തരംതാണ രാഷ്ട്രീയ വിവാദങ്ങളിൽ മനംമടുത്താണ് സ്ത്രീകൾ വിട്ടുനിന്നതെങ്കിൽ പലർക്കും വോട്ട് നഷ്ടമായത് വോട്ടർ പട്ടികയിലെ വീഴ്ച കൂടി കാരണമാണ്. കേന്ദ്ര വോട്ടർ പട്ടികയും തദ്ദേശ വോട്ടർ പട്ടികയും തമ്മിലുള്ള ആശയക്കുഴപ്പവും തിരിച്ചടിയായി. ഈ കാരണങ്ങൾ രണ്ടാം ഘട്ടത്തിലും മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. CPM നേരിടുന്ന കനത്ത ആരോപണങ്ങളും പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന കേസുകളും ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള വിവാദങ്ങളുമൊക്കെ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിച്ചു. പ്രത്യേകിച്ചും ശബരിമലയിലെ വിശുദ്ധിയുടെ പേരിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ വിശ്വാസികളുടെ മനസ്സിൽ രാഷ്ട്രീയത്തോടുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചു. പാർട്ടിയുടെ വിശ്വാസത ചോർന്ന ഈ അന്തരീക്ഷത്തിൽ തരംതാണ തർക്കങ്ങൾ കേട്ടുമടുത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഇറങ്ങാതെ മാറി നിന്നു. ഇത് മുന്നണികളുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. UDF-നെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ പോലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിവാദങ്ങൾ സൃഷ്ടിച്ച മുഖം നഷ്ടപ്പെടൽ പാർട്ടിയുടെ സ്ഥിരം വോട്ടർമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു. യുവജനങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുള്ള ഈ പ്രചാരണത്തിന് ഈ വിഷയങ്ങൾ മങ്ങലേൽപ്പിച്ചു. കൂടാതെ ശബരിമല കേസിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് CPM-നും സർക്കാരിനുമെതിരെ വിശ്വാസികൾക്കിടയിൽ ഇപ്പോഴുമുള്ള ശക്തമായ എതിർപ്പ് പോളിംഗിൽ പ്രതിഫലിച്ചു. ശബരിമല വിഷയം സജീവമല്ലായിരുന്നിട്ടും രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇപ്പോഴും ഈ വിഷയം തന്നെയാണ്. മതപരമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന തോന്നൽ യാഥാസ്ഥിതിക വോട്ടർമാരെ അകറ്റി നിർത്താൻ കാരണമായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പാർട്ടിയുടെ നേരിട്ടുള്ള ഇടപെടൽ വർദ്ധിപ്പിച്ചതും ജനകീയമല്ലാത്ത തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചതും പരമ്പരാഗത പാർട്ടി വോട്ടർമാരുടെ ആവേശം കെടുത്തുകയും ചെയ്തു. ഇത് CPM-ന് സുരക്ഷിതമായ മേഖലകളിൽ പോലും പോളിംഗ് കുറയാൻ വഴിയൊരുക്കി. CPM വിവാദങ്ങൾ ഉപയോഗിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം UDF ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തരംതാണ രാഷ്ട്രീയ നാടകങ്ങളിൽ മനംമടുത്താണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബൂത്തിൽ നിന്ന് വിട്ടുനിന്നത്. കൃത്യതയില്ലാത്ത വോട്ടർ പട്ടികയും പാർട്ടി പ്രവർത്തനങ്ങളോടുള്ള അണികളുടെ ആവേശം കുറഞ്ഞതുമൊക്കെ പോളിംഗ് കുറയാൻ കാരണമായി. ഈ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് കടുത്ത പരീക്ഷണമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ സ്വാധീനത്തെക്കാൾ ഭരണത്തിന്റെ അവസാന കാലയളവിലെ അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതവുമാണ് ചർച്ചയായത്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യപ്പെട്ടത് CPM-ന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. ഇത് വോട്ടർമാരിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളും ചോദ്യങ്ങൾ ഒഴിവാക്കിയുള്ള സമീപനവുമൊക്കെ വോട്ടർമാരെ അകറ്റി നിർത്താൻ മറ്റൊരു കാരണമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM-ലെ ചില വിഭാഗങ്ങൾ ചുമതലകളോട് വിമുഖത കാണിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളുടെ ഇഷ്ടക്കാർക്ക് സീറ്റ് നൽകിയെന്ന ആരോപണങ്ങൾ അണികളെ നിരാശരാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിരോധത്തിലായ UDF-ന് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഭരണ വിഷയങ്ങളിൽ വേണ്ടത്ര ഊന്നൽ നൽകാനായില്ല. UDF-ലെ ഘടകകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന തർക്കങ്ങൾ പലയിടത്തും വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കി. ചില നിർണായക വാർഡുകളിൽ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാത്തത് വോട്ടിംഗ് കുറയാൻ വഴിയൊരുക്കി. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകേണ്ട സംസ്ഥാനതല നേതാക്കളുടെ ഏകോപനമില്ലായ്മ താഴെത്തട്ടിലെ പ്രവർത്തകരെ തളർത്തി. ഈ പോളിംഗ് കുറവ് വെറുമൊരു കണക്കുകളുടെ വ്യത്യാസമല്ല, മറിച്ച് പാർട്ടികളോടുള്ള ജനങ്ങളുടെ അവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പാർട്ടി ഇടപെടൽ, സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ, നേതാക്കളുടെ ഏകോപനമില്ലായ്മ എന്നിവ CPM-നെയും UDF-നെയും ഒക്കെ ഒരുപോലെ ബാധിച്ചുവെന്ന് വേണം പറയാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളും പരസ്പരം ആയുധമാക്കിയതല്ലാതെ ജനകീയ വിഷയങ്ങളിൽ ഊന്നൽ നൽകാൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ഈ ആഭ്യന്തര ദൗർബല്യങ്ങളും ശക്തമായ ഭരണവിരുദ്ധ വികാരവും വോട്ടർമാരെ അകറ്റി നിർത്താൻ വലിയ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചും വിശ്വാസ്യത വീണ്ടും നേടിയെടുത്തും കൃത്യമായ തന്ത്രങ്ങളോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുന്നണികൾക്ക് അഗ്നിപരീക്ഷ നേരിടേണ്ടി വരുമെന്നതിൽ സംശയമില്ല.